ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ രണ്ട് പക്ഷമുണ്ട്. പേപ്പർ 1 ആണ് സ്കോറിംഗ് എന്ന് പറയുന്ന അധ്യാപകരുണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്, തിരിച്ചു പറയുന്ന ആളുകളുമുണ്ട്. ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ 2 പേപ്പറും സ്കോറിംഗ് ആണ്. അതിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. സെക്കൻഡ് പേപ്പറിൽ യഥാർത്ഥത്തിൽ കവിതയും കഥയും നോവലും ആസ്വദിച്ച് വായിക്കാവുന്ന, ഉൾക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ എഴുതാവുന്ന മേഖലയാണ് സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കാൻഡിഡേറ്റിന് നല്ല സ്കോർ നേടാൻ പറ്റിയ പേപ്പറാണ് സെക്കൻഡ് പേപ്പർ. പക്ഷേ ഒന്നുണ്ട്, ക്യാപ്സൂൾ ടൈപ്പ് കാര്യങ്ങൾ, ആൻസറുകൾ വിഴുങ്ങുന്ന ഒരാളാവരുത്. കാര്യങ്ങൾ കൊണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കി തൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു കാൻഡിഡേറ്റ് നടത്തിയാൽ തീർച്ചയായിട്ടും സെക്കൻഡ് പേപ്പറിൽ നല്ല സ്കോർ നേടാനാവും. ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അത് സൈദ്ധാന്തികമാണ്, തിയറി ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് നേരത്തെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റും അതിൻ്റെ ആൻസറുകൾ. അങ്ങനെ ഒരു സൗകര്യം അതിനുണ്ട്. അതേസമയം സെക്കൻഡ് പേപ്പറിലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി, സർഗാത്മകത പ്രകടിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് അത് ആസ്വദിച്ച് പഠിച്ചാൽ ഒരു സംശയമില്ല, 2 പേപ്പറും നല്ല സ്കോറിംഗ് ആണ്. UPSCയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഇന്നതിനെ സ്കോർ കൂടുതൽ കിട്ടൂ എന്നൊന്നും നിശ്ചയിച്ച് വെച്ചിട്ടില്ല. നാം ആണ് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര സ്കോർ നേടണം എന്നുള്ളത്. അത് നമ്മൾ 2 പേപ്പറിനും ഈക്വലായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്ത് കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നല്ല സ്കോർ 2 പേപ്പറിലും നമുക്ക് നേടാൻ പറ്റും.